മല്ലനായ ഗോലിയാത്തിനെ വധിച്ച് ഒരു ഇടയബാലന്റെ അസാമാന്യ ധൈര്യത്തോടെയും ഇസ്രായേലിന്റെ ഭാവി രാജാവായി അവനെ വേർതിരിച്ച ദൈവത്തിന്റെ വിളിയോടും കൂടിയാണ് ദാവീദിന്റെ യാത്ര ആരംഭിച്ചത്. പക്ഷേ അവന്റെ പാത നേരെയുള്ളതോ എളുപ്പമുള്ളതോ ആയിരുന്നില്ല. ജനങ്ങൾ അവനെ സ്നേഹിക്കുകയും അവന്റെ വിജയം ആഘോഷിക്കുകയും ചെയ്തപ്പോൾ ശൗൽ രാജാവിന്റെ ഹൃദയം അസൂയയാൽ ഇരുണ്ടുപോയി. ആ നിമിഷം മുതൽ ദാവീദിന്റെ ജീവിതം മാറിമറഞ്ഞു. ഒരു അഭയാർത്ഥി എന്ന നിലയിൽ ദാവീദ് നേരിട്ട പരീക്ഷണങ്ങളുടെയും രാജാവായ ശൗലുമായുള്ള പ്രശ്നങ്ങളും കഠിനമായ മരുഭൂമിയിൽ അവനെ താങ്ങി നിർത്തിയ വിശ്വാസത്തിന്റെയും കഥയാണിത്. ദാവീദിനു മേലുള്ള ദൈവാനുഗ്രഹവും ഫെലിസ്ത്യരുടെ മേൽ യഹോവ അവന് കൊടുക്കുന്ന വിജയവും ദാവീദിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയുമെല്ലാം ശൗലിൽ അസൂയ ഉളവാക്കുകയും അത് കാരണം ശൗൽ അവനെ കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ശൗൽ തന്റെ മകൻ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും പറഞ്ഞു, ദാവീദിനെ കൊല്ലുക. എന്നാൽ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച യോനാഥാൻ അവന് മുന്നറിയിപ്പ് കൊടുത്തു, എന്റെ അച്ഛൻ നിന്നെ കൊല്ലാൻ നോക്കുന്നു. രാവിലെ വരെ ഒളിച്ചിരിക്ക, ഞാൻ നിനക്ക് വേണ്ടി അവനോട് സംസാരിക്കാം. പിറ്റേന്ന് യോനാഥാൻ ശൗലിനോട് അപേക്ഷിച്ചു, ദാവീദിനെതിരെ പാപം ചെയ്യരുത്, കാരണം അവൻ നിങ്ങളോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല. അവൻ ഗോലിയാത്തിനെതിരെ തന്റെ ജീവൻ പണയപ്പെടുത്തി. അവനിലൂടെ കർത്താവ് നമുക്ക് വിജയം തന്നു. വെറുതെ കുറ്റമില്ലാത്ത രക്തം ചുരുങ്ങ് പാപം ചെയ്യുന്നതെന്തിന്? ശൗൽ ഇത് കേട്ട് അവനോട് സത്യം ചെയ്തു, യഹോവയാണേ, ഞാൻ ദാവീദിനെ കൊല്ലുകയില്ല. പിന്നെ യോനാഥാൻ ദാവീദിനെ വിളിച്ച് കാര്യമെല്ലാം അറിയിച്ചു. യോനാഥാൻ ദാവീദിനെ ശൗലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് പഴയതുപോലെ ശൗലിനെ സേവിക്കുവാൻ തുടങ്ങി. എന്നാൽ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ദാവീദ് ഫെലിസ്ത്യരെ ശക്തമായി തോൽപ്പിച്ചു. വീണ്ടും ദാവീദിന് നേരെ ശൗലിന്റെ അസൂയ ജ്വലിച്ചു. യഹോവയുടെ പക്കൽ നിന്നും ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തന്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. പക്ഷേ അവൻ ശൗലിന്റെ മുമ്പിൽ നിന്നും മാറിക്കളഞ്ഞു. കുന്തം ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. പക്ഷേ ദാവീദിന്റെ ഭാര്യയായ മീകൾ അവന് താക്കീത് നൽകി, ഇന്ന് രാത്രി നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ അപ്പന്റെ സേവകർ നിന്നെ കൊല്ലും. അങ്ങനെ മീകൾ ദാവീദിനെ കിളിവാതിക്കൽ കൂടി ഇറക്കിവിട്ടു. അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. പിന്നീട് മീകൾ ഒരു ബിംബം എടുത്ത് കട്ടിലിന്മേൽ കിടത്തി. അതിന്റെ തലയ്ക്ക് കോലാട്ടുരോമം കൊണ്ടുള്ള മൂടിയും ഇട്ട് ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ചു. ദാവീദിനെ പിടിപ്പാൻ ശൗൽ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ ദീനമായി കിടക്കുന്നു എന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ട് ശൗൽ, ഞാൻ അവനെ കൊല്ലേണ്ടതിന് അവനെ കിടക്കയോടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. ആ ദൂതന്മാരെ ദാവീദിന്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലിന്മേൽ ഒരു ബിംബം തലയ്ക്ക് കോലാട്ടുരോമം കൊണ്ടുള്ള ഒരു മൂടിയുമായി കിടക്കുന്നത് കണ്ടു. ശൗൽ മീകളിനോട് കോപിച്ചു, നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എന്റെ ശത്രുവിനെ രക്ഷപ്പെട്ടു പോകുവാൻ അനുവദിക്കുകയും ചെയ്തത് എന്തിന്? എന്നെ വിട്ടയക്ക, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് അവൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവരെ രക്ഷപ്പെടുത്തിയത്. ദാവീദ് രാമയിൽ ശമൂവേലിന്റെ അടുക്കിലേക്ക് ഓടിപ്പോയി. ശൗലിന്റെ ദൂതന്മാർ അവനെ പിടികൂടുവാൻ പലതവണ വന്നു. എന്നാൽ അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേലും വന്നു. അവരും പ്രവചിച്ചു. അങ്ങനെ ഓരോ തവണയും ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേൽ വന്നു. അവർ പ്രവചിച്ചു. ഒടുവിൽ ശൗൽ തന്നെ പോയി അവനും ദൈവത്തിന്റെ ആത്മാവിനാൽ കീഴടക്കപ്പെട്ടു. തന്റെ രാജകീയ വസ്ത്രം അഴിച്ചുമാറ്റി രാത്രി മുഴുവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. ഇതുകൊണ്ട് ജനങ്ങൾ ശൗലും പ്രവാചകന്മാരിൽ ഉണ്ടോ എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനെ രഹസ്യമായി കണ്ടു.
ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിന്റെ അപ്പൻ എന്നെ കൊല്ലാൻ നോക്കുന്നത്? അത് സത്യമാകില്ല. എൻ്റെ അപ്പൻ എന്നോടെല്ലാം പറയും. എന്നെ മറച്ച് ഇങ്ങനൊരു കാര്യം അദ്ദേഹം ചെയ്യില്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്റെ പിതാവിനറിയാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം തന്റെ പദ്ധതികൾ നിന്നിൽ നിന്ന് മറയ്ക്കുന്നത്. അവർ ഒരുമിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി. അമാവാസി വിരുന്നിൽ ദാവീദ് രാജാവിനോട് കൂടെ പന്തിഭോജനത്തിന് ഇരിക്കേണ്ടതാണ്. എന്നാൽ അവൻ ഒരു വയലിൽ ഒളിച്ചിരിക്കുകയും ശൗൽ അവനെ അന്വേഷിക്കുമ്പോൾ യോനാഥാൻ അവൻ തന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി എന്ന് യോനാഥാൻ പറയുകയും ചെയ്യും. ശൗൽ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് യോനാഥാൻ നിരീക്ഷിക്കും. ശൗൽ ശാന്തനാണെങ്കിൽ അത് സുരക്ഷിതത്വത്തെ അർത്ഥമാക്കുന്നു. കോപിച്ചാൽ അത് അപകടത്തെ അർത്ഥമാക്കുന്നു. വിരുന്നിൽ വെച്ച് ശൗൽ ദാവീദിനെ കുറിച്ച് ചോദിച്ചു. ദാവീദ് എവിടെ? അവൻ തന്റെ പുലത്തിന്റെ വർഷാന്തരയാഗത്തിൽ പങ്കെടുക്കാനായി ബേത്ലഹേമിലേക്ക് പോയി. ശൗലിന്റെ കോപം ജ്വലിച്ചു. വക്രതയുള്ള സ്ത്രീയുടെ മകനെ നാണക്കേടുണ്ടാക്കാനായി നീ ദാവീദിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് എനിക്കറിയാം. ദാവീദ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീയും നിന്റെ രാജ്യത്വവും സ്ഥിരപ്പെടുകയില്ല. ഉടനെ ആളയച്ച് അവനെ കൊണ്ടുവരിക. അവൻ മരിക്കണം. യോനാഥാൻ അതികോപത്തോടെ പന്തിഭോജനത്തിൽ നിന്നും എഴുന്നേറ്റ് പോയി. പിറ്റന്നാൾ രാവിലെ ദാവീദുമായി നിശ്ചയിച്ചിരുന്ന സമയത്ത് യോനാഥാൻ ഒരു ചെറിയ ബാല്യക്കാരനോടുകൂടെ വയലിലേക്ക് പോയി. അവൻ തന്റെ ബാല്യക്കാരനോട്, ഓടിച്ചെന്ന് ഞാൻ എയ്യുന്ന അമ്പ് എടുത്തുകൊണ്ടുവാ എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ ഓടുമ്പോൾ അവന്റെ അപ്പുറത്തേക്ക് ഒരു അമ്പ് എയ്തു. യോനാഥാൻ എയ്ത അമ്പ് വീണിടത്തേക്ക് ബാല്യക്കാരൻ എത്തിയപ്പോൾ യോനാഥാൻ ബാല്യക്കാരനോട്, അമ്പ് നിന്റെ അപ്പുറത്തല്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് അപകട സൂചനയായിരുന്നു. പിന്നെ യോനാഥാൻ തന്റെ ആയുധങ്ങളെ ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. പട്ടണത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. ദാസൻ പോയപ്പോൾ ദാവീദ് ഒളിവിൽ നിന്നും വന്നു. രണ്ടു സുഹൃത്തുക്കളും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സമാധാനത്തോടെ പോകൂ, കാരണം നമ്മൾ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നു. യഹോവ എനിക്കും നിനക്കും നിന്റെ സന്തതിക്കും മധ്യേ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിന്നെ അവർ ദുഃഖത്തോടെ പിരിഞ്ഞു. യോനാഥാനുമായി പിരിഞ്ഞതിനു ശേഷം ദാവീദ് നോബിലേക്ക് പോയി. അവിടെ പുരോഹിതനായ അഹിമേലെക്കിന്റെ അടുക്കൽ അവൻ എത്തി. രാജാവായ ശൗൽ ഏൽപ്പിച്ച ഒരു ജോലിക്കായി അവൻ അവിടെ ചെന്നതാണെന്ന് പറഞ്ഞു. അവൻ ഭക്ഷണം ചോദിച്ചപ്പോൾ അഹിമേലെക്ക് അവർ ശുദ്ധരാണെന്ന് ഉറപ്പാക്കിയ ശേഷം വിശുദ്ധ അപ്പവും, പിന്നീട് അവൻ അദ്ദേഹത്തോട് തങ്ങൾ തിടുക്കത്തിൽ രാജസന്നിധിയിൽ നിന്നും പോന്നതുകൊണ്ട് ആയുധം എടുത്തിട്ടില്ല, അവിടെ കുന്തമോ വാളോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഹിമേലെക്ക് അവന് അവിടെ ഉണ്ടായിരുന്ന ഗോലിയാത്തിന്റെ വാളും നൽകി. എന്നാൽ ഈ പ്രവൃത്തി കണ്ടവരിൽ ശൗലിന്റെ ദാസനായ ഏദോമിനായ ദോവേഗും ഉണ്ടായിരുന്നു. നോബിൽ നിന്നും ദാവീദ് ഫിലിസ്തീൻ നഗരമായ ഗത്തിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ അവൻ ഗത്ത് രാജാവായ ആഗീഷിന്റെ അടുക്കലെത്തി. ആളുകൾ അവനെ ഇസ്രയേലിന്റെ യോദ്ധാവായി തിരിച്ചറിഞ്ഞപ്പോൾ അവൻ തന്റെ ജീവനെ ഭയന്ന് ബുദ്ധിഭ്രമം നടിച്ചു. വാതിലിന്റെ കതകുകളിൽ വരച്ചു താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് രാജാവ് ഈ ഭ്രാന്തനെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്ന് പറയുകയും ദാവീദ് പരിക്കേൽക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അഭയം തേടി ദാവീദ് അദുല്ലാം ഗുഹയിൽ ഒളിച്ചു. അവിടെ അവന്റെ സഹോദരന്മാരും ബന്ധുക്കാരും മറ്റു നിരവധി പുരുഷന്മാരും അവന്റെ അടുക്കൽ ഒത്തുകൂടി. ഒടുവിൽ അവൻ ഏകദേശം 400 അനുയായികളുടെ ഒരു സംഘത്തിന്റെ നേതാവായി. അവൻ തന്റെ മാതാപിതാക്കളെ മോവാബിലെ ഒരു സുരക്ഷിത സ്ഥാനത്താക്കി. പിന്നീട് ഗാദ് പ്രവാചകന്റെ മാർഗനിർദ്ദേശപ്രകാരം യഹൂദ ദേശത്തേക്ക് മടങ്ങി. അതേസമയം ദാവീദിനെയും കൂടെയുള്ളവരെയും കണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ട് ശൗൽ തന്റെ ഭൃത്യന്മാരെ ചോദ്യം ചെയ്തപ്പോൾ ദോവേഗ് നോബിലെ പുരോഹിതന്മാർ ദാവീദിനെ സഹായിച്ചതായി അറിയിച്ചു. നിരപരാധികളായിരുന്നെങ്കിലും അവർ കുറ്റക്കാരാണെന്ന് വിധിക്കപ്പെട്ടു. അവരെ കൊല്ലുവാൻ ശൗൽ ആജ്ഞാപിച്ചു. യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവാൻ മറ്റു ഭൃത്യന്മാർ മടിച്ചപ്പോൾ ശൗലിന്റെ കൽപ്പന പ്രകാരം ദോവേഗ് തന്നെ 85 പുരോഹിതന്മാരെ വധിച്ചു. അവരിൽ അഹിമേലെക്കിന്റെ പുത്രനായ അബിയാഥാർ അവിടെ നിന്നും രക്ഷപ്പെട്ടു ദാവീദിന്റെ അടുക്കലെത്തി വിവരമെല്ലാം ബോധിപ്പിച്ചു. ദാവീദ് അയാളെ അവനോടൊപ്പം കൂട്ടി. അങ്ങനെയിരിക്കെ ഫിലിസ്ത്യർ കെയില പട്ടണം ആക്രമിക്കുന്നുണ്ടെന്നുള്ള വാർത്ത ദാവീദിന് ലഭിച്ചു. ദാവീദ് യഹോവയുടെ കൽപ്പന പ്രകാരം ആ പട്ടണത്തെ വിടുവിക്കുവാൻ തന്റെ ആളുകളുമായി പോയി. എന്നാൽ ശൗൽ അവനെ അവിടെ കുടുക്കുവാൻ ഒരുങ്ങിയപ്പോൾ അവിടുത്തുകാർ തന്നെ ശൗലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദാവീദ് മനസ്സിലാക്കി അവിടെ നിന്നും രക്ഷപ്പെട്ടു. സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലെത്തി. അവിടെ വെച്ച് യോനാഥാൻ ദാവീദിനെ കാണുവാൻ എത്തി. എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികുത്തുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനും ആയിരിക്കും.
അത് എൻ്റെ അപ്പനായ ശൗലും അറിയും. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ താമസിയാതെ സീഫ്യർ ദാവീദിന്റെ ഒളിത്താവളങ്ങൾ ശൗലിന് ഒറ്റിക്കൊടുത്തു. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ പടയുമായെത്തിയെങ്കിലും ഫിലിസ്ത്യർ അവരുടെ ദേശത്തെ ആക്രമിച്ചുവെന്ന് ഒരു ദൂതൻ പെട്ടെന്ന് വാർത്ത കൊണ്ടുവന്നതുകൊണ്ട് ശൗലിന് പിന്മാറി തിരിച്ചു പോകേണ്ടി വന്നു. ഫിലിസ്ത്യരുമായി യുദ്ധം ചെയ്ത് ശൗൽ മടങ്ങിയെത്തിയപ്പോൾ ദാവീദ് ഏൻ ഗതി മരുഭൂമിയിലുണ്ട് എന്ന് അവന് വിവരം ലഭിച്ചു. 3000 തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മാരുമായി ശൗൽ അവനെ അന്വേഷിച്ചു ചെന്നു. വഴിയരികിലെ ഒരു ആട്ടിൻ തൊഴുത്തിൽ എത്തിയപ്പോൾ ശൗൽ വിശ്രമിക്കുവാൻ ഒരു ഗുഹയിൽ കയറി. ദാവീദും അവന്റെ ആളുകളും അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നതായി അവൻ അറിഞ്ഞില്ല. കർത്താവ് വാഗ്ദാനം ചെയ്ത ദിവസമാണിത്, അവനെ വെട്ടിവീഴ്ത്തുക എന്ന അനുയായികൾ ദാവീദിനോട് പറഞ്ഞു. ദാവീദ് ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങി ശൗലിന്റെ മേലങ്കിയുടെ അറ്റം മുറിച്ചു കളഞ്ഞു. എന്നാൽ പിന്നീട് അവന് മനസാക്ഷി കുത്തുണ്ടായി. യഹോവയുടെ അഭിഷക്തനായ എൻ്റെ യജമാനനോട് ഞാൻ ഇങ്ങനെ ചെയ്യുവാൻ യഹോവ സംഗതി വരുത്തരുതേ. എൻ്റെ യജമാനനായ രാജാവേ, എൻ്റെ കയ്യിലുള്ള മേലങ്കിയുടെ അറ്റം കണ്ടാലും നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിട്ടു. എന്തിനാണ് നീ എന്നെ പിന്തുടരുന്നത്? നമുക്കിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ. ശൗൽ ഉറക്കെ കരഞ്ഞു. നീ എന്നേക്കാൾ നീതിമാനാവുന്നു. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകട്ടെ. നീ തീർച്ചയായും രാജാവാവുമെന്ന് എനിക്കറിയാം. എൻ്റെ സന്തതികളെ ഛേദിച്ചു കളയുകയില്ലെന്ന് എന്നോട് സത്യം ചെയ്യുക. ദാവീദ് സത്യം ചെയ്തു. ശൗൽ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ദാവീദും അവന്റെ ആളുകളും ദുർഗത്തിലേക്കും പോയി. വിശ്വാസവഞ്ചനയും അപകടങ്ങളും മറികടന്നുകൊണ്ട് പ്രതികാരത്തിലല്ല, ദൈവത്തിന്റെ സമയത്തിൽ ആശ്രയിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ ശക്തി കണ്ടെത്തുന്നതെന്ന് ദാവീദ് നമുക്ക് കാണിച്ചു തന്നു. അവസരമുണ്ടായിട്ടും ശൗലിനെ കൊല്ലാതെ വിടുന്നതിലൂടെ അവൻ തന്റെ ദൈവത്തോടൊപ്പമുള്ള ഒരു ഹൃദയം വെളിപ്പെടുത്തി. അവൻ വെറുപ്പിനു പകരം കരുണ തിരഞ്ഞെടുത്തു. എന്നിരുന്നാലും ശൗലിന്റെ ഭരണവും അതുപോലെ തന്നെ ദാവീദിന്റെ പരീക്ഷണങ്ങളും അവസാനിച്ചിരുന്നില്ല. വിശ്വാസത്തിന്റെ ഇതിലും വലിയ പരീക്ഷണങ്ങളാൽ അടയാളപ്പെടുത്തിയ ഇസ്രയേലിന്റെ സിംഹാസനത്തിലേക്കുള്ള ദാവീദിന്റെ യാത്ര തുടരും.